ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ചായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. മറ്റൊന്നല്ല, നമ്മളെ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കായ് ബട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കണ്ണൂർ ഭാഷയിൽ കായ് ബട്ടൻ എന്നാണ് നമ്മൾ പറയാറ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിത് കൂടുതലും നല്ല കഴിക്കാൻ നമ്മുടെ കഞ്ഞിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഈ കായ് ബട്ടൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കായ് ബട്ടൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 5 റോബസ്റ്റയുടെ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു ബേസിൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കായ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണം കട്ടിംഗ് ബോർഡ് ചെയ്യാൻ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആദ്യം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ചെറുതായിട്ടാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളുടെ പാകത്തിന് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി അല്ല ചെറുങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ആ കായകൾ മുഴുവൻ കട്ട് ചെയ്യാം. രണ്ടാമത്തെ കായ ഇതുപോലെ കട്ട് ചെയ്തു. നമ്മളിത് കഞ്ഞിവെള്ളത്തിലാണ് ആദ്യം കഴുകിയെടുക്കുന്നത്. കാരണം ഇതിൻ്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം നമ്മൾ കഴുകിയെടുക്കണം. കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇതുപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കഞ്ഞിവെള്ളത്തിൽ കഴുകിയാൽ നമ്മുടെ കായിൻ്റെ കറിയൊക്കെ പോവും. അപ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കുക. ഇനി ഒരു വെള്ളത്തിലും കൂടി കഴുകും. അത് നമ്മുടെ സാധാ വെള്ളത്തിലാണ്. ഇത് ഫസ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കഴുകണം. അപ്പോൾ തന്നെ അതിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ കറകളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിനി ഇതിനൊരു പ്ലേറ്റിലേക്ക് ഇട്ടു. അടുത്ത് നമ്മളിനി ആ വെള്ളം കളഞ്ഞിട്ട് അതിന് ശേഷം പച്ചവെള്ളത്തിലാണ് ഇനി അടുത്ത് നമ്മൾ കഴുകിയെടുക്കുന്നത്. വീണ്ടും നമ്മൾ ബേസിൻ്റെ അകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. നമ്മൾ നേരത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച കായ്, കട്ട് ചെയ്ത കായ് അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നേരത്തെ കഴുകിയ പോലെ ഒരിക്കലും കൂടി കഴുകി നമ്മൾ എടുക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ കറയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനത് പാത്രത്തിലേക്ക് ഇടാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിതിനെ കുക്ക് ചെയ്യാണ്. അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച കായിൻ്റെ കഷ്ണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കൂടുതലും കഴിക്കാൻ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഞ്ഞിയുടെ കൂടെയാണ്. കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഇതിൻ്റെ പറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ല, ഇനി നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ ടേസ്റ്റാണ്. പക്ഷേ കൂടുതലും ടേസ്റ്റ് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആദ്യം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, മുളക് കീറിയിടുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു.
കളറിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ചേർക്കാം, പക്ഷേങ്കിൽ ഇല്ല, പച്ചമുളകാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പച്ചമുളക് 2 പച്ചമുളകാണ് കീറിയിടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം വറ്റി വരണം. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഞാനൊരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് നോക്കി, അപ്പോഴേക്കും ഇതാ വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. ഇത് കാണിച്ചിട്ട് മറ്റേ വെള്ളം മുഴുവനായിട്ട് വറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചത്. ആ കുറച്ചും കൂടി അതിൻ്റെ അകത്ത് വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ നമുക്കിനി അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് നോക്കാം. ഇതാ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വറുത്തിടുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് വറുത്തിടാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക. ആ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അരിയില്ലേ, നമ്മുടെ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമ്മൾ അരിയിട്ടു, അരിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ, കുറച്ച് ബ്രൗൺ ഷെയ്ഡാകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡായി. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ടു, കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഒന്ന് വഴറ്റി നല്ലോണം ബ്രൗൺ ആയ ശേഷമാണ് നമ്മൾ വാങ്ങേണ്ടത്. അതിന് ശേഷം നമ്മളിത് ആ നേരത്തെ നമ്മൾ ആക്കി വെച്ച കായിൻ്റെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തു, എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തു. ഇനി നമ്മൾ സ്ലോലി തീ ഓൺ ചെയ്ത ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഗ്യാസ് സ്ലോയിലാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട ശേഷം ഒന്ന് ഒരു മിനിറ്റ് നേരം നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണ്ണൂറുകാരുടെ കായ് ബട്ടൻ റെഡിയാണ്. സ്ലോയിലേ തീ വെക്കാൻ പാടുള്ളൂ, ഫുൾ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത്. എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ തെളിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ കായ് ബട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.